കാനഡയിലെമ്പാടുമുള്ള നഗരങ്ങൾ ഭവന പ്രതിസന്ധി നേരിടുന്നതിനിടെ തലസ്ഥാനമായ ഒട്ടാവയിൽ ഒരു പുതിയ ചുവടുവെപ്പ് നടന്നിരിക്കുകയാണ്. ഒട്ടാവ നഗരം ഒഴിഞ്ഞുകിടന്ന ഓഫീസ് സ്ഥലത്തെ വീടാക്കി മാറ്റിയിരിക്കുകയാണ്. പാർലമെന്റ് ഹില്ലിന് സമീപമാണ് ഭവനരഹിതരായ 140 പ്രായപൂർത്തിയായവർക്ക് താൽക്കാലിക താമസ സൗകര്യം ഒരുക്കിയത്. ഉപയോഗിക്കാത്ത ഓഫീസ് സ്ഥലം വീടാക്കി മാറ്റുന്നത് ഒട്ടാവ നഗരത്തിൽ ഇത് ആദ്യമാണ്. കാനഡയിലെമ്പാടുമുള്ള നഗരങ്ങൾ ഭവന പ്രതിസന്ധി നേരിടുന്ന ഈ സാഹചര്യത്തിൽ ഇതൊരു പുതിയ ചുവടുവെപ്പാണ്. മോഡുലാർ മതിലുകൾ ഉപയോഗിച്ചാണ് മുറികൾ തയ്യാറാക്കിയിരിക്കുന്നത്. കൂടാതെ അടുക്കള, മീറ്റിംഗ് റൂമുകൾ, ഓഫീസ് സ്ഥലങ്ങൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ഒഴിഞ്ഞുകിടക്കുന്ന ഓഫീസ് സ്ഥലങ്ങൾ താൽക്കാലിക ഭവനങ്ങളാക്കി മാറ്റുന്നത് ഈ കാലഘട്ടത്തിലെ ഒരു പ്രധാന ആവശ്യമാണെന്നാണ് ഒട്ടാവ മേയർ മാർക്ക് സട്ക്ലിഫ് പറയുന്നത്. നമ്മുടെ നഗരം ഭവനരഹിത പ്രതിസന്ധി നേരിടുകയാണെന്നും അതിനെ നേരിടാനുള്ള ഒരു ചുവടുവെപ്പാണിതെന്നും അദ്ദേഹം പറഞ്ഞു. താമസക്കാർക്ക് കിടക്ക, സ്റ്റോറേജ് ലോക്കർ, കസേര എന്നിവയടങ്ങിയ മുറികളാണ് ഇവിടെയുള്ളത്. 3 നിലകളിലായി ഷവർ സ്റ്റാളുകളും അലക്ക് സൗകര്യവും താഴത്തെ നിലയിൽ കോവർക്കിംഗ് സ്പേസുമുണ്ട്. താൽക്കാലിക ഭവനവും ഓഫീസ് സ്ഥലവും ലഭ്യമാക്കുന്നതിലൂടെ കുടിയേറ്റക്കാർക്ക് തെരുവിൽ അലയേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കാനും കാനഡയിൽ ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സാധിക്കുമെന്ന് സിറ്റി കൗൺസിലർ ഏരിയൽ ട്രോസ്റ്റർ പറഞ്ഞു. $5.6 മില്യൺ ചെലവാക്കിയാണ് ഓഫീസ് കെട്ടിടത്തെ വീടാക്കി മാറ്റിയത്. 10 വർഷത്തേക്കാണ് കെട്ടിടം പാട്ടത്തിനെടുത്തിരിക്കുന്നത്. ഒരു വാണിജ്യ സ്ഥലത്തെ 100-ലധികം ആളുകൾക്ക് താമസിക്കാനാവുന്ന ഒരു ഭവനമാക്കി മാറ്റുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് സ്ഥാപനത്തിലെ പ്രിൻസിപ്പൽ ഡാരിസ് ഹൂഡ് പറഞ്ഞു. നഗരത്തിലെ പ്രാന്തപ്രദേശങ്ങളിൽ വലിയ ടെൻറ്റുകൾ നിർമ്മിച്ച് അഭയാർത്ഥികളെ താമസിപ്പിക്കാനുള്ള പദ്ധതിയിൽ നിന്ന് പിന്മാറിയതിനു ശേഷമാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഉയരുന്ന വില, കുറഞ്ഞ ലഭ്യത, താങ്ങാനാവാത്ത അവസ്ഥ എന്നീ പ്രധാന പ്രശ്നങ്ങൾ കാരണം കാനഡയിൽ ഭവന പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. ടൊറന്റോ, വാൻകൂവർ തുടങ്ങിയ നഗരങ്ങളിൽ ഇത് വളരെ കൂടുതലാണ്. ഈ പ്രതിസന്ധി സാമൂഹിക സ്ഥിരതയെയും സാമ്പത്തിക വളർച്ചയെയും ബാധിക്കും. നിലവിൽ വീടുകളുടെ വില കുറയുന്ന സാഹചര്യമുണ്ടെങ്കിലും താങ്ങാനാവുന്ന വില ഇപ്പോഴൊരു പ്രശ്നമാണ്. ശരാശരി വീടിൻ്റെ വില ഏകദേശം $6,78,000. വാൻകൂവറിലും ടൊറന്റോയിലും ഇത് $1 മില്യൺ കൂടുതലാണ്. ഇത് സാധാരണക്കാർക്ക് താങ്ങാനാവുന്നതിലും അധികമാണ്. പുതിയ വീടുകൾ വരുന്നുണ്ടെങ്കിലും ആവശ്യത്തിനനുസരിച്ച് ലഭ്യമല്ല. ജനസംഖ്യാ വളർച്ചയും കുടിയേറ്റവും ഭവന പ്രതിസന്ധിക്ക് പ്രധാന കാരണമാണ്. 2025 ഏകദേശം 3,95,000 പുതിയ ആളുകൾ കാനഡയിലേക്ക് വരുമെന്നാണ് കരുതുന്നത്. ഇതേ തുടർന്ന് കൂടുതൽ വീടുകൾ ആവശ്യമായി വരും. താൽക്കാലികമായി വരുന്ന വിദ്യാർത്ഥികൾക്കും ജോലിക്കാർക്കും ഭവന പ്രതിസന്ധി പ്രശ്നമാകും. 2028 1,60,000 പുതിയ വീടുകൾ നിർമ്മിക്കാനാണ് സർക്കാർ ലക്ഷ്യം. ലക്ഷക്കണക്കിന് കാനഡക്കാർക്ക് സുരക്ഷിതമായി താമസിക്കാൻ വീടില്ലെന്നത് പ്രധാന പ്രശ്നമാണ്. പലരും വരുമാനത്തിൻ്റെ 30% വാടകയ്ക്ക് കൊടുക്കുന്നു. ഇത് സാമൂഹിക പ്രശ്നങ്ങൾക്കും കാരണമാകും. കാനഡയിലെ ഭവന പ്രതിസന്ധി മൂലം ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റക്കാർ ദുരിതം അനുഭവിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കും പുതിയതായി എത്തിയവർക്കും താങ്ങാനാവുന്ന വീടുകൾ കിട്ടാനില്ലാത്തത് വലിയൊരു പ്രശ്നമാണ്. കാനഡയിലെ തോംസൺ റിവേഴ്സ് യൂണിവേഴ്സിറ്റി നടത്തിയ പഠനത്തിൽ 55% വിദേശ വിദ്യാർത്ഥികൾക്കും നല്ല വീട് കിട്ടാനില്ലെന്നാണ് കണ്ടെത്തൽ. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.